ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് കാഴ്ചവെച്ചത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പല ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് മോഡിലായിരുന്നു ട്രേഡ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് ദൃശ്യമായത്. അതുപോലെ US ചൈന ട്രേഡിലും ചില പോസിറ്റീവ് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് US മാർക്കറ്റിനെ പോസിറ്റീവായാണ് എഫക്ട് ചെയ്തത്. US സെൻസെക്സ് റിപ്പോർട്ടിൽ US ഹൗസ് സെയിൽസ് ഏകദേശം 30% വളർന്നിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് US മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെന്റം നൽകിയിരുന്നു. ഇന്ന് പല ഏഷ്യൻ മാർക്കറ്റുകളും ഒരു ഫ്ലാറ്റ് മോഡിലായിരുന്നു ട്രേഡ് ചെയ്തത്. ഓസ്ട്രേലിയൻ മാർക്കറ്റ് നെഗറ്റീവിലായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ കോവിഡ് കാരണമുള്ള ഡെത്ത് വർദ്ധിക്കുന്നത് തന്നെയാണ്. ചൈനീസ് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. അതുപോലെ ജപ്പാൻ മാർക്കറ്റിലും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ദൃശ്യമായത്. ഇന്ത്യൻ മാർക്കറ്റിൽ മോർണിംഗ് സെഷനിൽ മെയിനായി എഫക്ട് ചെയ്തത് കോടതിയുടെ വേർഡിക്റ്റ് തന്നെയാണ്. കോർട്ട് ഇന്ന് ലോൺ മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്നുള്ള വറി ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. എന്നാൽ വലിയ തീരുമാനങ്ങളിലേക്ക് കോർട്ട് പോകാത്തതാണ് മാർക്കറ്റിനെ ഇന്നൊരു പോസിറ്റീവ് മോഡിലേക്ക് നയിച്ചത്. വരും ദിവസങ്ങളിൽ ഈ ഒരു ഔട്ട്കം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ന് നിഫ്റ്റി 50 77 പോയിന്റോളം അപ്പായി 11,549 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 116 പോയിന്റോളം അപ്പായി 8,100 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 322 പോയിന്റോളം അപ്പായി 23,414 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 57 പോയിന്റോളം അപ്പായി 11,416 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 51 പോയിന്റോളം ഡൗൺ ആയി 31,408 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 154 പോയിന്റോളം അപ്പായി 18,128 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 40 പോയിന്റോളം അപ്പായി 1,632 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 20 പോയിന്റോളം അപ്പായി 2,527 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാമ 15 പോയിന്റോളം ഡൗൺ ആയി 11,484 പോയിന്റിലും നിഫ്റ്റി PSU ബാങ്ക് 4 പോയിന്റോളം അപ്പായി 1,511 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ്, ഇൻഡസ്ലൻഡ് ബാങ്ക്, സി എന്റർടൈൻമെന്റ്, അതുപോലെ കോട്ടക് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് അൾട്രാടെക് സിമന്റ്, ഭാരതി എയർടെൽ, ഏഷ്യൻ പെയിന്റ്സ്, മാരുതി സുസുക്കി, അതുപോലെ HDFC ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 230 പോയിന്റോളം അപ്പായി 39,073 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് ഇൻഡസ്ലൻഡ് ബാങ്ക്, റിലയൻസ്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ബജാജ് ഓട്ടോ, അതുപോലെ HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് സൺ ഫാർമ, HDFC ബാങ്ക്, ITC, ടൈറ്റൻ, അതുപോലെ നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ആഫിൽ ഇന്ത്യ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആഫിൽ ഇന്ത്യ സിംഗപ്പൂർ സിറ്റിസൺസ് എൻഗേജ്മെന്റ് പ്രോജക്റ്റിന്റെ ഒരു കോൺട്രാക്ട് വിൻ ചെയ്തിരുന്നു. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് മൊമെന്റം നൽകിയത്. ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. മെയിനായി ഓപ്പണിംഗ് സെഷനിലായിരുന്നു അത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എയർ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു മുന്നേറ്റം ദൃശ്യമായത്. PNB സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് US നിന്ന് നീരവ് മോദിയുടെ അസറ്റ് റിക്കവറി ചെയ്തുകൊണ്ട് ഏകദേശം 24 കോടി രൂപയോളം ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ നീരവ് മോദിയുടെ ടോട്ടൽ ലോണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു തുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ബാങ്കിന് തുക തിരിച്ചുപിടിക്കാൻ കഴിയുന്നതിനനുസരിച്ച് ഈ സ്റ്റോക്കിന്റെ വാല്യൂവിലും ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ലാർസൻ ആൻഡ് ടോബ്രോ സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവർ നൈഗം പ്രോജക്റ്റിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ പ്രോജക്റ്റ് ലഭിച്ചപ്പോൾ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. ഇന്ന് ആ പ്രോജക്റ്റിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തെന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഒരു പ്രഷറിന് ഇടയാക്കിയത്. ടാറ്റ മോട്ടോർ സ്റ്റോക്കിൽ ഇന്നും ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അവരുടെ ലോണുകൾ റെഡ്യൂസ് ചെയ്യുന്നു എന്ന ന്യൂസായിരുന്നു സ്റ്റോക്കിൽ പ്രതിഫലിച്ചത്. അതുപോലെ പല ഓട്ടോ സ്റ്റോക്കുകളിലും ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 2 വീലേഴ്സിന്റെ സെയിൽസിലുള്ള GSTയിൽ ഒരു റിഡക്ഷൻ കൊണ്ടുവരും എന്ന ന്യൂസായിരുന്നു ഈ സെക്ടറിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നൽകിയത്. വരും ദിവസങ്ങളിൽ പുതിയ അനൗൺസ്മെന്റ് വരും എന്ന പ്രതീക്ഷയിൽ ഈ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ഇന്ന് ദൃശ്യമായിരുന്നു. ടയർ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓട്ടോ സെക്ടറിലുള്ള ഒരു മൂവിന്റെ എഫക്ട് തന്നെയാണ് ടയർ സ്റ്റോക്കിലും ഇന്ന് പ്രതിഫലിച്ചത്. അതായത് 2 വീലേഴ്സിന് ടാക്സ് കുറക്കുമ്പോൾ അവർക്കും കൂടുതൽ സെയിൽസ് ലഭിച്ചേക്കും എന്ന ഇൻവെസ്റ്റേഴ്സിന്റെ കാൽക്കുലേഷനിലാണ് ഈ സ്റ്റോക്കിൽ ഇന്ന് അപ്മൂവ് ദൃശ്യമായത്. അപ്പോളോ ടയേഴ്സ്, JK ടയേഴ്സ്, സിയറ്റ് ടയേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്നൊരു മുന്നേറ്റം ദൃശ്യമായിരുന്നു.
എയർടെലിൻ്റെയും വോഡോഫോൺ ഐഡിയ സ്റ്റോക്കുകളിലും ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മെയ്യിലെ ഡാറ്റ ട്രായ് പുറത്തുവിട്ടിരുന്നു. ടെലികോം സെക്ടറിൽ തന്നെ ഏകദേശം 56 ലക്ഷത്തോളം യൂസേഴ്സിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വോഡോഫോൺ ഐഡിയയിൽ ഏകദേശം 3.7 മില്യൺ യൂസേഴ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. കൂടാതെ ട്രായ് ഇന്ന് വോഡോഫോൺ ഐഡിയയുടെ പ്രയോറിറ്റി പ്ലാനിനെ കുറിച്ച് ചില കമൻറ്റുകൾ നടത്തിയിരുന്നു. അതും സ്റ്റോക്കിന് ഇന്ന് നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റിന് ചില വാർണിംഗുകൾ നൽകിയിരുന്നു. അതായത് മൊറട്ടോറിയം പീരീഡിൽ ലോണിന്റെ റേറ്റിന്റെ മേലെ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നത് സംബന്ധിച്ച ഒരു ഇഷ്യൂ ആണത്. ആ ന്യൂസ് ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ ഔട്ട്കം എഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ FHRI ഇന്ന് പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നു. അതിൽ മൊറട്ടോറിയം 3 മാസത്തേക്ക് കൂടി കൂട്ടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ടതാണ്. JMC പ്രോജക്ട് ഷെയറുകളിൽ ഒരു റാലി ഇന്ന് വിസിബിൾ ആയിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ പുതിയൊരു ഓർഡർ വിൻ ചെയ്തിരുന്നു. ഏകദേശം 554 കോടി രൂപയുടെ പുതിയൊരു ഓർഡറാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമാവാനുള്ള പ്രധാന കാരണമായി മാറിയത്. അയർകോൺ ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. റവന്യൂവിലും പ്രോഫിറ്റിലും ഒരു ഡിക്ലൈൻ സംഭവിച്ചിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവായി എഫക്റ്റ് ചെയ്തത്. FDC സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് COVID-19 ചികിത്സയ്ക്ക് വേണ്ടി അവർ 2 പുതിയ മെഡിസിനുകൾ ലോഞ്ച് ചെയ്തിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു അപ്മൂവിലേക്ക് നയിച്ചത്. TCI സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് HDFC മ്യൂച്വൽ ഫണ്ട് ഈ കമ്പനിയിൽ ഷെയർ വാങ്ങിച്ചിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ക്യാൻഫിൻ ഹൗസ് ഷെയറിൽ മോർണിംഗ് സെഷനിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു അപ്മൂവിലേക്ക് നയിച്ചത്. മോർണിംഗ് സെഷനിൽ TCS സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി അവരുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കുമെന്നും അവരുടെ റവന്യൂവിലും പ്രോഫിറ്റിലും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അത് എഫക്റ്റ് ചെയ്യും എന്നും അവർ പറഞ്ഞിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പ്രഷറിലേക്ക് മോർണിംഗ് സെഷനിൽ നയിച്ചത്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ഷെയറുകളിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഇ-കൊമേഴ്സ് അംബിഷൻ തന്നെയാണ്. അവർ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നുണ്ടെന്നും അതിലൂടെ അവരുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യും എന്നൊരു ന്യൂസും ഉണ്ടായിരുന്നു. ഇത് 2020 ലാസ്റ്റോടുകൂടി തന്നെ ഇത് ലോഞ്ച് ചെയ്യും എന്ന ന്യൂസും ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് മൊമെന്റ് നൽകിയത്. SBI സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലാറ്റ് മൂവ് ആയിരുന്നു ദൃശ്യമായത്. ചില ന്യൂസുകൾ ഉണ്ടായിരുന്നു. അതായത് SBI കോൾഫീൽഡിലെ കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് സ്റ്റോക്കിൽ ഇന്ന് ചില എഫക്റ്റുകൾ സൃഷ്ടിച്ചിരുന്നു. അതുപോലെ SBIയെ മോഡീസ് ഇന്നലെ ഡീഗ്രേഡ് ചെയ്തിരുന്നു. അതും സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. വിയടെക് സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ഏകദേശം 30% ഡിസ്കൗണ്ടിലാണ് ജുൻജുൻവാല അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ലിസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.